തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPയുടെ കയ്യിൽ ഉറച്ചിരിക്കുന്നു. 101 തിരുവനന്തപുരം നഗരസഭയിൽ 100 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ BJPക്ക് 100 വാർഡിൽ 50 വാർഡാണ് കിട്ടിയത്. 29 വാർഡ് LDFനും 19 വാർഡ് UDFനും 2 വാർഡ് സ്വതന്ത്രർക്കുമായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ 2 സ്വതന്ത്രന്മാർ, ഒന്ന് മുൻ കോൺഗ്രസ് നേതാവ് പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധീഷ് കുമാർ, അതുപോലെ തന്നെ കണ്ണമൂലയിൽ നിന്ന് ജയിച്ച മുൻ CPM-കാരൻ M രാധാകൃഷ്ണനും, ഈ 2 പേരാണ് സ്വതന്ത്രന്മാരായിട്ട് ജയിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ്യിൽ നടക്കുകയാണെങ്കിൽ പോലും ഒരു UDF LDF അവിശുദ്ധ ബാന്ധവം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു കാര്യമായ ശ്രമം നടന്നിരുന്നത്. പ്രത്യക്ഷത്തിൽ ആരും അത് നടക്കാൻ പോവില്ല എന്നാണ് കരുതിയതെങ്കിലും അതിനുവേണ്ടിയുള്ള വളരെ കാര്യമായ ശ്രമമാണ് നടന്നിരുന്നത് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട്. കാരണം ഒരു സ്ഥാനാർത്ഥിയുടെ നിര്യാണത്തെ തുടർന്ന് വിഴിഞ്ഞത്തെ ഇലക്ഷൻ നടന്നിരുന്നില്ല. വിഴിഞ്ഞത്താണെങ്കിൽ BJPക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആകെയുള്ള 101 വാർഡിൽ BJP 50 പേരും BJP അല്ലാത്ത ആളുകൾ 51 പേരും എന്ന നിലയിലേക്ക് എത്തും. അങ്ങനെ ഒരു സാധ്യതയിലേക്കാണ് UDFും LDFും പരമാവധി ശ്രമിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയിലേക്കാണ് അവർ വിരൽ ചൂണ്ടിയത്. അതിനെ മുതലെടുക്കാനായിരുന്നു അവരുടെ ശ്രമം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ പ്രചരണമാക്കി അധികാരത്തിലേറിയ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അധികാരത്തിലേറിയ UDF. പക്ഷെ തിരുവനന്തപുരത്തെ സമയത്ത് എങ്ങനെ LDFുമായി ചേർന്ന് ഭരിക്കാനാകും എന്ന് സാധാരണക്കാരൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ ഈ 2 സ്വതന്ത്രന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനായിരുന്നു UDFന്റെ നേതൃത്വത്തിൽ ഭരിക്കുക, അതിനെ LDF പിന്തുണയ്ക്കുക. അതിനൊരു ന്യായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വർഗീയ പാർട്ടികളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി, BJP അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മതേതര പാർട്ടികൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളൊരു സൈദ്ധാന്തികമായ പരിവേഷം നൽകാനായിരുന്നു ശ്രമം. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായ രീതിയിൽ നടന്നിരിക്കുകയാണ്. പക്ഷേ BJP നേതൃത്വത്തിന്റെ വളരെ കാര്യമായ ഇടപെടൽ മൂലം ഇപ്പോൾ ആ വെല്ലുവിളികളൊക്കെ ഇല്ലാതായിരിക്കുകയാണ്. 2 സ്വതന്ത്രന്മാർ ഒരാൾ പൂർണ്ണമായും ഇപ്പോൾ BJP പക്ഷത്ത് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു നൽകാൻ കഴിയുന്നത്. അതോടുകൂടി തിരുവനന്തപുരത്തെ മേയറും ഡെപ്യൂട്ടി മേയറും BJPക്കാരായിരിക്കും. തിരുവനന്തപുരത്തെ ഭരണം BJPക്ക് തന്നെയായിരിക്കും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വികസന അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ വികസനം, കോർപ്പറേഷന്റെ വികസനം, നാടിന്റെ വികസനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ ട്രാഫിക്കിന്റെ കാര്യത്തിലാണെങ്കിലും നഗര വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് BJP മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ BJPക്ക് വളരെ കാര്യമായ ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരത്തെ മാതൃകയാക്കിക്കൊണ്ട് കേരളം മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാതൃകാ ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഇരു മുന്നണികളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു തങ്ങൾക്കുള്ളൊരു അത്താണിയായിട്ട് BJP മാറുമെന്ന് സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങാൻ ഒരു പ്രേരണ നൽകുന്ന രീതിയിലായിരുന്നു BJPയുടെ മുന്നേറ്റം. പക്ഷെ ആ മുന്നേറ്റത്തെ എന്തു വിധേനയും തടയുക എന്നുള്ളതായിരുന്നു CPM-ന്റെയും UDF-ന്റെ ആവശ്യം. സംസ്ഥാനത്തെ മറ്റെല്ലാ സ്ഥലത്തും പരസ്പരം മത്സരിക്കുമ്പോഴും CPM-ഉം LDF-ഉം UDF-ഉം BJP അധികാരത്തിലെത്തിക്കാതിരിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 ദശകങ്ങളായിട്ട് അവർ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഭരണം കൈയാളുകയാണ്. അങ്ങേയറ്റത്തെ അഴിമതിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പാർട്ടി നേതാക്കന്മാർക്ക് തന്നെയാണ് പല പദ്ധതികളുടെയും കരാറുണ്ടായിരുന്നത്. ആ കരാറുകളൊക്കെ തന്നെ മത്സരാധിഷ്ഠിതമായ രീതിയിലല്ല അവർക്ക് കിട്ടിയിരുന്നത്. പകരം അവർക്ക് പിൻവാതിൽ അവർക്ക് കരാർ കിട്ടുകയായിരുന്നു. പല കരാറുകൾക്കും എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ചു കൊടുത്ത് അതിന്റെ ലാഭം പാർട്ടി പങ്കിടുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നിയമനങ്ങളും, അത് താൽക്കാലിക ജീവനക്കാരാണെങ്കിലും മറ്റേത് രീതിയിലുള്ള കരാർ ജീവനക്കാരാണെങ്കിലും എല്ലാം CPM-കാരെ കൊണ്ട് കുത്തി നിറച്ച ഒരു CPM-ന്റെ ഒരു അഴിമതി ഭരണമാണ് തിരുവനന്തപുരത്ത് നടന്നിരുന്നത്. അപ്പം എങ്ങനെയെങ്കിലും BJP അധികാരത്തിൽ വന്നാൽ അത് ഇല്ലാതാകും എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ കഴിയാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ LDF
UDF സഖ്യം വരാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ചില നേതാക്കൾ ഇവരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. CPM സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ തൊട്ടു മുമ്പ് തന്നെ ജയിക്കാൻ സാധ്യതയുള്ള സ്വതന്ത്രരെ അവർ നോട്ടമിട്ട് വെച്ചിരുന്നു. മുൻ മന്ത്രിയും സ്പീക്കറുമായ M വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് തിരുവനന്തപുരത്തെ ഒരു സ്വതന്ത്രനെ പോയി കണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ അഭിഭാഷകനായ നേതാവാണ് മറ്റുള്ള സ്വതന്ത്രന്മാരെയൊക്കെ കാണാനും അതുപോലെയുള്ള കോർഡിനേഷനൊക്കെ നടത്തിയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് പതുക്കെ അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് പാർട്ടികൾക്കിടയിൽ നിന്നും പ്രശ്നമുണ്ടായത്. പക്ഷെ ഇപ്പോഴും രണ്ട് സ്വതന്ത്രന്മാരോടും UDFന്റെയും LDFന്റെയും നേതൃത്വം പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ BJP പക്ഷത്തേക്ക് പോവരുത്, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ നിന്നില്ലെങ്കിൽ പോലും നിങ്ങൾ BJP പക്ഷത്തേക്ക് പോവരുത്. അതേ സമയത്ത് വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അധികാരത്തിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും തങ്ങൾ ചെയ്തോളാം എന്നാണ് പ്രത്യേകിച്ച് UDFന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത്. കാരണം അവർ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തദ്ദേശ ഭരണ വകുപ്പ് മുസ്ലിം ലീഗിനായിരിക്കും ഉണ്ടാവുക. ആ മുസ്ലിം ലീഗ് ഗ്യാരണ്ടി നൽകുകയാണ്. അങ്ങനെ ആ ഗ്യാരണ്ടിയിലാണ് സ്വതന്ത്രന്മാരെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് വരെ ഇടപെട്ടത്. അങ്ങനെയുള്ളൊരു ശ്രമം കാര്യമായ രീതിയിൽ നടക്കുകയാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ തുടക്കത്തിൽ തന്നെ മേയർ പദവി BJPക്ക് പോയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒരു റീ അലൈൻമെന്റ് നടത്തി BJP അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നഗരസഭാ ഭരണത്തിൽ നിന്ന് BJPയെ താഴെയിടാൻ വേണ്ടി വീണ്ടും ഒരു പുനഃസംവിധാനം തങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയൊരു നിലപാടായിരുന്നു UDFും LDFും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ BJP നേതൃത്വം അതിനെയൊക്കെ പൊളിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 51 പേരുടെ പിന്തുണയോടുകൂടിയാണ് BJP മേയർ സ്ഥാനം കൈയാളാൻ പോകുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. അതായത് 50 പേരുള്ള BJPയുടെ കൂടെ 51 പേരുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും ഉറപ്പായിരിക്കുകയാണ് നമുക്ക് പറയാൻ കഴിയും. ഇനി രണ്ടാമത്തെ സ്വതന്ത്രന്റെ കാര്യത്തിലും ചില ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. അത് ഏത് സ്വതന്ത്രനാണെന്ന് നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. ഒരു സ്വതന്ത്രൻ പൂർണ്ണമായിട്ടും BJP പക്ഷത്തേക്ക് ചേർന്നിരിക്കുകയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സീറ്റുകളൊന്നും ഓഫർ ചെയ്തില്ല. നിരുപാധികം അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കും. അതോടുകൂടി ദേശീയ തലത്തിൽ തന്നെ BJPക്ക് എടുത്തു പറയാൻ കഴിയും, ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതാ BJP 51 അംഗങ്ങളുടെ വ്യക്തമായ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി BJP ഭരിക്കാൻ പോവുകയാണെന്ന് BJPക്ക് പറയാൻ കഴിയും. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് കിട്ടാൻ കഴിയുമായിരുന്ന ചില സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാകുമായിരുന്നെങ്കിൽ BJPക്ക് ഒരു 50-55 പേരെ, കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് BJPക്ക് 45 മുതൽ 55 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. BJPക്ക് 55 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഏതാനും ചുരുങ്ങിയ വോട്ടുകൾക്ക് ചില സീറ്റ് BJPക്ക് ലഭിച്ചെങ്കിലും ചുരുങ്ങിയ വോട്ടുകൾക്ക് BJPക്ക് ഏതാണ്ട് 1/2 ഡസനോളം സീറ്റുകൾ കിട്ടാൻ ഉറപ്പുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്കാണ് BJP എത്തിയത്. 101 അംഗ വാർഡിന്റെ അല്ലെങ്കിൽ 101 അംഗ കൗൺസിലിന്റെ 50 പേർ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ മറ്റു പാർട്ടികൾക്ക് തുടക്കത്തിൽ BJPയെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം BJPയുടെ മേയർ തന്നെ വരും. പക്ഷേ BJPയുടെ ഭരണത്തിന് സുസ്ഥിരത ഇല്ലാതാക്കാൻ അവർക്ക് കഴിയും എന്നൊരു ധാരണയുള്ളത് കൊണ്ടാണ് BJP ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ മുഴുവൻ BJPക്ക് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയും. 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് 100 അംഗ വാർഡിന്റെ, ഇനി അത് 101 ആയാൽ പോലും 100 അംഗ വാർഡിന്റെ 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് BJP ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് BJPക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഈ ഒരു ഭരണത്തിലൂടെ വളരെ മികച്ച രീതിയിൽ തിരുവനന്തപുരത്തിന്റെ വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തിലെ അർബൻ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെയും മറ്റ് മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയെ മികച്ച ഒരു നഗരമാക്കി മാറ്റാൻ, ഇൻഡോർ പോലെയോ ലക്നൗ പോലെയുള്ള മികച്ച നഗരമാക്കി മാറ്റാൻ BJP ഭരണത്തിന് കഴിയും. ആ
തുടക്കത്തിൽ തന്നെയുള്ള BJPയുടെ പെർഫോമൻസ്, ആ പെർഫോമൻസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു തന്ത്രവും BJP പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ വ്യക്തമാക്കാൻ പൂർണ്ണമായിട്ടും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ഓപ്പറേഷൻ താമര BJP തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ്. പല സ്ഥലത്തും BJPയിലേക്ക് വരാൻ പല കൗൺസിലർമാരും തയ്യാറായിട്ടുണ്ട്. അവർ സ്ഥാനം രാജിവെച്ച് വീണ്ടും BJPയുടെ ബാനർ, UDFിലെയും LDFിലെയും സ്ഥാനാർത്ഥികൾ രാജിവെച്ച് BJPയുടെ ബാനറിൽ മത്സരിച്ച് വീണ്ടും ജനവിധി തേടാൻ അവർ തയ്യാറായിരിക്കുന്നു. പക്ഷെ അവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ഓപ്പറേഷൻ താമര സ്ട്രാറ്റജി വരെ BJP തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തുടക്കത്തിൽ അവർക്ക് 51 അംഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള BJP പ്രവർത്തകരും അനുഭാവികളും സാധാരണക്കാരും ഒക്കെ വളരെയധികം ആശങ്കയോടുകൂടി, ആകാംക്ഷയോടുകൂടി തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, BJPക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്ന നിരവധി സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ സംശയങ്ങൾക്കും സന്ദേഹങ്ങൾക്കും ആകാംക്ഷകൾക്കും ഒക്കെ അറുതി വരുത്തിക്കൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയായിരിക്കും തിരുവനന്തപുരത്ത് മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള BJPയുടെ ഭരണം. അത് മാതൃകാപരമായ ഭരണം, കേരളത്തിലെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് BJP അധികാരത്തിൽ വരാൻ പോകുന്നത്. എല്ലാ സന്ദേഹങ്ങളും അവസാനിച്ചിരിക്കുന്നു. BJPക്ക് മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിലൊന്നും യാതൊരു സംശയമില്ല. BJPക്കാരായ താമര ചിഹ്നത്തിൽ വിജയിച്ചു വന്ന ആൾ തന്നെയായിരിക്കും മേയറും ഡെപ്യൂട്ടി മേയറും ആവുക എന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി UDFനും LDFനും അവർക്ക് ഇനി ഒത്തുചേരാനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിച്ചുകൊണ്ട്, കാരണം അവർ ഒത്തുചേർന്നാൽ അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഒത്തുചേർന്നു എന്ന പേരുദോഷം മാത്രമേ ഉണ്ടാവൂ. ഒത്തുചേർന്നാൽ പോലും അവർക്ക് ഈ സംഖ്യയിലേക്ക് അടുത്തെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും BJP നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു ഓപ്പറേഷൻ താമര BJPയുടെ അടുക്കളയിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഞങ്ങൾ പുറത്തുവിടുക.